മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാടൻ കറി ഇവിടെ തയ്യാറാക്കാം. നിങ്ങൾ ഈ കറി തയ്യാറാക്കാറുള്ളതായിരിക്കാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ചൊരയ്ക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് ഞാനിന്നിവിടെ കറി തയ്യാറാക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു പകുതി മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒന്ന് കഴുകി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ടായാലും ഇത് വേവിച്ചെടുക്കാം. ഇനി ഈ കുക്കറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് പിന്നീട് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാനായിട്ട് വെച്ച ബോട്ടിൽ ഗാർഡിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് ഇത് കുറച്ച് കഷ്ണങ്ങൾ നമുക്കിതിലേക്കൊന്ന് ഉടച്ച് ചേർക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടും. എല്ലാം ഒന്നും ഉടച്ച് ചേർക്കണ്ട, കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ വേവിച്ച കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ആവരുത്, അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നതിനായിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള തൈര് നമുക്കൊന്ന് ഉടച്ചെടുത്ത് വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടയുള്ള തൈരാണ്. ഇതൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരപ്പ് ചേർത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് ചൂടോടെ ചേർത്തിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടോടെ ചേർക്കുന്നതിന് കുഴപ്പമില്ല, ഒരുപാട് ചൂടോടെ ചേർക്കാതിരുന്നാൽ മതി. തൈര് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളക്കരുത്. നമ്മളിപ്പോൾ നന്നായിട്ട് തിളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ മാത്രമായിരുന്നു ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുള്ളതാണ്. അത് അധികമാകരുത്, 1/4 ടീസ്പൂണൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇത് മാറ്റാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്.
ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കറിയിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ചൊരയ്ക്ക് അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് വെച്ച് ഇതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.